നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സാമ്പത്തിക ചെലവുകളിൽ വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ചെലവുകൾ. കോവിഡിന് ശേഷം ഒട്ടുമിക്ക ആളുടെയും സാമ്പത്തിക നില തകരുന്ന കാര്യമായി മാറുകയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ചെലവുകൾ. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും നിർബന്ധമായും എടുക്കേണ്ട കാര്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ്. ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ ഉണ്ടെങ്കിൽ പോലും സൗജന്യമായി നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കിട്ടുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സൗജന്യമായി തന്നെ ഗവൺമെൻറ് ഓരോ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. RSBI കാർഡ് എങ്ങനെ നമുക്ക് പുതിയതെടുക്കാം, പുതുക്കാം, മറ്റങ്ങനെ ചേർക്കാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. 1 രൂപ പോലും നൽകാതെ നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് സർക്കാർ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി. ഏകദേശം 13-14 വർഷത്തോളമായി സർക്കാർ ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട്. അന്ന് കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമായിരുന്നു ഇതുവരെയും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിച്ചിരുന്നത്. അതിനുശേഷം എന്നൊരു അപ്ഡേഷനായിരുന്നു 70 വയസ്സ് കഴിഞ്ഞ ആളുകളെ എല്ലാ ആളുകൾക്കും ഈ ഒരു കാർഡ് എടുക്കുന്നൊരു കാര്യം. അന്ന് കാർഡ് എടുത്ത ആളുകൾക്ക് ആ സമയങ്ങളിൽ ഇതിൻ്റെ ആനുകൂല്യം ലഭിച്ചില്ലെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് കാർഡ് കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് ലഭിച്ചിരുന്നു. അങ്ങനെ കാർഡ് ലഭിച്ച ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്കിപ്പോൾ മറ്റ് കുടുംബങ്ങൾ ഇതിൽ ചേർക്കാൻ സാധിക്കുന്നുണ്ട്. അതിനൊക്കെ പ്രായവ്യത്യാസമില്ലാതെ തന്നെ മറ്റ് കുടുംബങ്ങൾ ഇതിൽ ചേർക്കാം. അതിനവർക്ക് ആവശ്യമുള്ള രേഖകളെന്ന് പറയുന്നത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഏറ്റവും പുതിയ രൂപത്തിലുള്ള നമ്മുടെ ഫോട്ടോയിലുള്ള കാർഡ് അവരുടെ കൈവശം വേണം. അതുപോലെ തന്നെ അവിടെ റേഷൻ കാർഡിൽ പേരുള്ള മറ്റു അംഗങ്ങളെ ചേർക്കുന്നതിന് റേഷൻ കാർഡിൻ്റെ കോപ്പിയും, ആരെയാണ് ചേർക്കുന്നത് അവിടെ ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി നിങ്ങൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ സമയത്ത് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ അതിനുള്ള കൗണ്ടർ ഉണ്ടായിരിക്കും. ആ കൗണ്ടർ വെച്ച് നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും പിന്നീട് 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പദ്ധതി അവരും അംഗങ്ങളാവും. അവർക്കും ഒരു പ്രൈവറ്റ് കാർഡ് അവർക്കും ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൽ വന്ന ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ വരികയാണ്. ഇതിൽ 60 വയസ്സ് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നത് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ കാർഡിന് ആനുകൂല്യം ലഭിക്കുന്ന രൂപത്തിലാണ്. എന്നാൽ ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കാർഡ് ലഭിക്കുന്നതോടൊപ്പം തന്നെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ കാർഡിൻ്റെ അപ്ഡേഷൻ വരുന്ന രൂപത്തിലാണ് ഇതിൻ്റെ അപ്ഡേഷൻ വരുന്നത്. അതുപോലെ തന്നെ 40 വയസ്സിന് മുകളിലുള്ള മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇതിൻ്റെ അപ്ഡേഷൻ വരുമെന്ന് കേൾക്കുന്നുണ്ട്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും നമ്മൾ ഇതിന് റെഡിയായി നിൽക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. റേഷൻ കാർഡിൽ പേരില്ലാത്ത ആളുകൾ റേഷൻ കാർഡിൽ പേര് കറക്റ്റായി തന്നെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡിൽ നമ്മുടെ പേരിൻ്റെ കൂടെ സർനെയിം ഉണ്ടെങ്കിൽ റേഷൻ കാർഡിലെ പേരിൽ നമ്മുടെ കൂടെ സർനെയിം നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ റേഷൻ കാർഡിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ടാകും. മുമ്പെല്ലാം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാറില്ല, നമ്മുടെ വയസ്സ് മാത്രമാണ് കൊടുക്കാറ്. അങ്ങനെ വയസ്സ് കൊടുക്കുന്ന സമയത്ത് അത് 1-1 കണക്കാക്കി ജനുവരി 1 രൂപത്തിലേക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുകൾ വന്നിട്ടുണ്ടാവുക. അതെല്ലാം എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ വരുന്ന സമയത്ത് തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കുന്നതാണ്. റേഷൻ കാർഡിൽ പുതിയ ആളുകളെ ചേർക്കൽ, നിലവിലുള്ള ആരുടെ പേരുകൾ വെട്ടിമാറ്റൽ, അതുപോലെ തന്നെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ പേര് തിരുത്തൽ, ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തൽ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ബന്ധപ്പെടാം. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആധാർ കാർഡും റെഡിയാക്കി വെക്കുക. നമ്മുടെ ആധാർ കാർഡ് നമുക്കറിയാം, ആധാർ കാർഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, പേര് എന്നിവയെല്ലാം കറക്റ്റായി തന്നെ വെക്കുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പുതിയ അപ്ഡേഷൻ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, ഇങ്ങനെ ഒരു അപ്ഡേഷൻ വരികയാണെങ്കിൽ ഒരുപാട് ആളുകൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കാനുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വെബ്സൈറ്റെല്ലാം തിരക്കായിരിക്കും. ചിലപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നോ മറ്റ് ക്യാമ്പുകളിൽ നിന്നെല്ലാം ആയിരിക്കും ഇങ്ങനെ എടുക്കുക. അതുകൊണ്ട് ആ സമയത്ത് നല്ല തിരക്കായിരിക്കും. അതിന് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക. നിലവിൽ നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള ആളുകൾ യെസ് എന്നും ഇല്ലാത്ത ആളുകൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.